സ്വർണ്ണവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ തുടരുകയാണ്. രാവിലെ വില 14,220 എത്തിയിരുന്നു. പക്ഷെ ഇപ്പോ ആ വില 120 രൂപ ഗ്രാമിന് കുറഞ്ഞ് 14,100 എന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിപ്പോ ഈ ഉച്ചയ്ക്ക് ശേഷം ഇപ്പോ ഉടനെയാണ് ഇപ്പൊ ഈ വിലയിൽ ഒരു ചേഞ്ച് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം ഗ്രാമിന് 120 രൂപ, അതായത് പവന് 960 രൂപ കുറയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അത് നമ്മളുടെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ. രാവിലെ മാർക്കറ്റ് വളരെ അപ്പായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് ഏകദേശം $50 ഏകദേശം 65-70 സ്വർണ്ണവിലയിൽ ഒരു കുറവ് രേഖപ്പെടുത്തിയുണ്ടായി. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ സ്വർണ്ണവിലയിലെ ഈ ഒരു ഡൗൺ സ്റ്റേജ് കാണിക്കുന്നത്. അത് എത്ര കണ്ട് തുടരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുമില്ല. 24 ക്യാരറ്റിന്റെ റേറ്റിലാണെങ്കിലും രാവിലെ വന്ന റേറ്റിനേക്കാൾ ഏകദേശം 60 രൂപ ഉച്ചയോട് തന്നെ കുറയുന്ന ഒരു സ്ഥിതിയും കാണുന്നുണ്ട്. ഇത് നമ്മൾക്ക് ഒരു കൃത്യമായി ഒരു പ്രവചനം, അതായത് ഈ വില ഇങ്ങനെ ഇത് തുടരുമോ അതോ വീണ്ടും ഏറിയും കുറഞ്ഞും നിൽക്കുമോ എന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് ഇന്ന് ഒറ്റ ദിവസം തന്നെ ഇങ്ങനെ വലിയൊരു വർധന ഉണ്ടാകുകയും അതിൽ നിന്ന് ഇങ്ങനെ ഒരു കുറവ് രേഖപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവാത്ത ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. തീർച്ചയായും ഈ പറഞ്ഞതുപോലെ തന്നെ പ്രവചനങ്ങൾ തെറ്റിച്ചുള്ള കണക്കുകൾ തന്നെയാണ് ഓരോ ദിവസവും സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇന്ന് സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന വലിയ വർധനവ് പഴയ ആഭരണങ്ങൾ വിറ്റ് ലാഭം നേടാൻ കുടുംബങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഉപഭോക്താക്കൾ തങ്ങളുടെ കൈവശമുള്ള സ്വർണം പൂർണ്ണമായും വിറ്റൊഴിക്കാൻ മടിക്കുന്ന പ്രവണത ഇനി അടുത്തായി കണ്ടുവരുന്നുണ്ടല്ലോ. അപ്പൊ സ്വർണം വിൽക്കാനും വാങ്ങാനും ഇനിയും കാത്തിരിക്കുന്നതാണോ നല്ലത്? ഇപ്പോ നിലവിലുള്ള ഒരു വലിയ പ്രതിസന്ധി എന്ന് വെച്ചാൽ 24 ക്യാരറ്റിന്റെ വില അത് ഈ സ്വർണ്ണവിലയുമായി തട്ടിച്ച് നോക്കുമ്പോൾ വലിയൊരു അന്തരത്തിലാണ് നിൽക്കുന്നത്. ഈ 24 ക്യാരറ്റിന്റെ വില 916 കൺവേർട്ട് ചെയ്യുമ്പോൾ അതാ ദിവസത്തെ ഗോൾഡ് റേറ്റിനേക്കാൾ വലിയ ഒരു കുറവാണ് കാണുന്നത്. അതുകൊണ്ട് സ്വർണം വിൽക്കാൻ വരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന തുകയിലും വലിയ ഒരു ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരാളെ സംബന്ധിച്ച് ഇപ്പം ഒരു പവന് 1,12,800 രൂപ ഇപ്പോഴത്തെ നിരക്കനുസരിച്ച് കാണുന്നുണ്ട്. നമ്മുടെ മാർക്കറ്റ് വിലയായി ഇപ്പോഴത്തെ പുതിയ ഗോൾഡിന്റെ വില കാണിക്കുന്നുണ്ടെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ 1,10,10,000 താഴെ ഒരു വില മാത്രമേ കിട്ടുന്ന ഒരു സ്ഥിതിയുള്ളൂ. കാരണം ആളുകൾ കാരണം സാധാരണഗതിയിൽ 916 ആഭരണങ്ങൾ വിൽക്കുമ്പോൾ ഒരു പരമാവധി 1,500 രൂപ 1,600 രൂപയുടെയൊക്കെ വ്യത്യാസത്തിന് അപ്പുറത്തേക്ക് ഒരു വ്യത്യാസം സാധാരണ കാണാത്തതുകൊണ്ട് വിൽക്കാൻ വരുന്ന ആളുകളും വിൽക്കാനായിട്ട് ജ്വല്ലറിയിൽ എത്തുമ്പോഴോ അല്ലെങ്കിൽ ജ്വല്ലറിയിലേക്ക് വിളിച്ച് വില തിരക്കുമ്പോഴോ കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് ജ്വല്ലറിക്കാർ എടുക്കുന്ന രീതിയിലുണ്ടായ മാറ്റം കൊണ്ടല്ല, മാർക്കറ്റിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടാണ് സ്വർണം വിൽക്കുമ്പോൾ ഇപ്പോ വില കുറച്ച് കുറഞ്ഞ് ലഭിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. അതുകൊണ്ട് വിൽക്കാനുള്ള ആളുകൾ ഇപ്പോ പല വിൽക്കാനുണ്ട് ആഗ്രഹിക്കുന്ന ആളുകൾ പല ജ്വല്ലറികളിലേക്ക് വിളിക്കുമ്പോൾ പലരും അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ള വിലകളാണ് പറയുന്നത്. അതായത് 24 ക്യാരറ്റിന്റെ റേറ്റ് ഇതാണ്, നിങ്ങൾ കൊടുക്കുമ്പോൾ ഞങ്ങൾ ഫുൾ വിലയാണ് തരുന്നത് എന്നൊക്കെ തരത്തിലേക്ക് ആളുകളെ ജ്വല്ലറികളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇതിനുള്ളിൽ നടക്കുന്നുണ്ട്. പക്ഷെ പല ആളുകളും അങ്ങനെ നേരിട്ട് ചെന്ന് കഴിയുമ്പോൾ വഞ്ചിതയാകുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് സ്വർണം വിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നേരിട്ട് സ്വർണ്ണാഭരണശാലയിൽ ചെല്ലുക, അവരുടെ ആഭരണം കാണിച്ച് അതിന് അവർക്ക് എന്ത് വില നൽകാൻ സാധിക്കുമെന്ന്, 1 ഗ്രാമിന് എത്ര രൂപ വെച്ച് നൽകാൻ സാധിക്കുമെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷം അവർക്ക് എവിടെയാണോ വിൽക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ജ്വല്ലറിയിൽ തന്നെ വിൽക്കണമെന്നില്ല, ഒന്നോ അതിലധികമോ ഇവരിൽ വില തിരക്കിയതിന് ശേഷം വിൽക്കുന്നതായിരിക്കും ഇപ്പോ വിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് നല്ല വില ലഭിക്കാനായിട്ട് സാധിക്കും, വില ഉറപ്പുവരുത്താൻ സാധിക്കുന്ന ഒരു കാര്യം. തീർച്ചയായും ഈ സൂചിപ്പിച്ച പോലെ തന്നെ സ്വർണ്ണവിലയിലെ ഈ ഒരു ട്രെൻഡ് നമുക്കറിയാം. കഴിഞ്ഞ ഫെബ്രുവരിയിലൊക്കെ റെക്കോർഡ് ഉയരത്തിലേക്ക് എത്തിയ സ്വർണ്ണവില പിന്നീട് ഒരു അല്പം ആശ്വാസത്തിലേക്ക്, അതായത് 1,20,000 വരെ തൊടാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴിതാ പ്രവചനങ്ങൾക്കതീതമായി സ്വർണ്ണവില വീണ്ടും വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. വില 2 ലക്ഷം വരെ ഉയരുമെന്നൊക്കെ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു മാറ്റം നമ്മൾ അടുത്തെങ്ങാനും പ്രതീക്ഷിക്കണമോ?
ഇത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് ഈ സ്വർണ്ണവിലയുടെ കാര്യം നിൽക്കുന്നത്. കാരണം യഥാർത്ഥത്തിൽ ഈ ഒരു സമയത്ത് ശരിക്കും 1.5 ലക്ഷം പിന്നിട്ട് മുകളിലേക്ക് പോകും സ്വർണ്ണവില എന്ന് ഈ വർഷം ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥിതിയിലാണ് പെട്ടെന്ന് മധ്യ രാജ്യങ്ങളിലുണ്ടായ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലിടയ്ക്കുണ്ടായ യുദ്ധം പെട്ടെന്ന് സ്വർണ്ണവിലയെ പിടിച്ച് താഴേക്ക് വലിക്കുന്നത്. പക്ഷെ അവിടെ നിന്നും ഒരു മാറ്റമുണ്ടായി. വീണ്ടും യുദ്ധം ഏകദേശം വീണ്ടും ഒരു സമാധാനത്തിലേക്ക് എത്തും എന്നുള്ള തരത്തിലൊക്കെയുള്ള വാർത്തകൾ വരികയും ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ വരികയും ഒക്കെ ചെയ്യുന്ന പശ്ചാത്തലത്തിലും ഒക്കെയാണ് ഈ സ്വർണത്തിലേക്ക് വീണ്ടും ഡിമാൻഡ് വർദ്ധിക്കുകയും വീണ്ടും ആളുകൾ സ്വർണം എന്ന നിക്ഷേപത്തിലേക്ക് പണം മുടക്കുന്ന സ്ഥിതി വരികയും ചെയ്യുന്നത്. സ്വർണ്ണ എന്ന നിക്ഷേപം എപ്പോഴും സുരക്ഷിതം തന്നെയാണ്. അതിലേക്ക് നിക്ഷേപങ്ങൾ കൂടുതലായി അന്താരാഷ്ട്ര തലത്തിൽ വലിയ തോതിൽ വരികയാണെങ്കിൽ വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു രീതിയിൽ അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് സ്വർണ്ണവില വീണ്ടും കുതിച്ചു കയറും. പക്ഷെ വീണ്ടും യുദ്ധസമാന സാഹചര്യം ഉണ്ടാവുകയോ വീണ്ടും യുദ്ധം തുടരുകയോ മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾ കൂടുതൽ വ്യാപിക്കുകയോ ചെയ്താൽ സ്വർണ്ണവില വീണ്ടും താഴേക്ക് പോകാനും ഉള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും ഒരു കാര്യം കൂടെ, ഇപ്പോൾ സ്വർണ്ണ വ്യാപാരം അല്ലെങ്കിൽ സ്വർണ്ണ കച്ചവടത്തെ സംബന്ധിച്ച് ഈ ഒരു മാറ്റങ്ങൾ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്? കാരണം ഈ ഉത്സവ സീസണുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള മാറ്റം സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കില്ല എന്ന് പറയുമ്പോൾ പോലും ആളുകൾ ഇപ്പോൾ കല്യാണം അത്തരത്തിലുള്ള അവസരങ്ങൾക്കൊക്കെ വേണ്ടി സ്വർണം എടുക്കുന്ന ഒരു തിരക്കും ഇപ്പോൾ ഉണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ ഈ ഒരു വിലയിലെ മാറ്റം സ്വർണ്ണ കച്ചവടത്തെ സംബന്ധിച്ചിടത്തോളം, സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളമാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്? സ്വർണ്ണ ആഭരണശാലകളെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ബിസിനസിന്റെ അളവ് നേരെ പകുതിയോടടുത്ത് കുറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് ഇപ്പോൾ സ്വർണ്ണ വ്യാപാര മേഖലയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുൻകാലങ്ങളിൽ വെയിറ്റ് ഉള്ള ആഭരണങ്ങൾ വാങ്ങിയിരുന്ന ആളുകളൊക്കെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളിലേക്ക് ഈ വിലയുടെ വർധനവ് കാരണം ചൂട് മാറ്റിയതോടുകൂടി ഓരോ മാസങ്ങളിലും ഉണ്ടായിരുന്ന ടാർഗറ്റ് ഓരോ ജ്വല്ലറികൾ ഒരു മാസം ഇത്ര കിലോ അല്ലെങ്കിൽ ഇത്ര ഗ്രാം സെയിൽ അവർക്ക് ഒരു ദിവസം നടക്കണം എന്നുള്ള തരത്തിലൊക്കെയുള്ള ടാർഗറ്റുകൾ ഉണ്ടായിരുന്നു. ആ ടാർഗറ്റുകളൊക്കെ മാറ്റി നിശ്ചയിക്കാനായിട്ട് തരത്തിലേക്ക് ജ്വല്ലറി മാനേജേഴ്സിനെ നിർബന്ധിതരാക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പോകുന്നത്. കാരണം ഈ വിലയുടെ ഏറ്റക്കുറച്ചിലുകൾ, മാർക്കറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ആളുകളുടെ മനോഭാവത്തിലുണ്ടായ മാറ്റങ്ങൾ, ഇതൊക്കെ കൊണ്ട് ഉണ്ടായിരുന്ന ബിസിനസ്സുകൾ വളരെ വലിയ തോതിൽ താഴേക്ക് കുറയുന്ന ഒരു ഇതാണ് കാണുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ നടക്കുന്നത് കടകളിലൊക്കെ ചെറിയ തോതിലൊക്കെയുള്ള ഓണം അല്ലെങ്കിൽ കല്യാണ സീസണിന്റെ കച്ചവടങ്ങൾ ചെറിയ തോതിലൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ മുൻകാലങ്ങളിൽ മേടിച്ചുകൊണ്ടിരുന്ന സ്വർണത്തിന്റെ അളവിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തുന്നത്. കുറഞ്ഞ അളവിലാണ് ആളുകൾ സ്വർണം വാങ്ങുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.